നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ ദളിത് ആദിവാസി സംഘടനകളുടെ ഒരു പ്രതിഷേധം പരിപാടി, മാർച്ച്, സംസ്ഥാനതല പരിപാടി ഏപ്രിൽ 18-ന് അഞ്ചരക്കണ്ടി കോളേജിലേക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രസ് മീറ്റ് സംഘടിപ്പിക്കുന്നത് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, ADF എന്നുള്ള ചുരുക്കപ്പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ ഒരു ദളിത് ആദിവാസി പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിലാണ്. എൻ്റെ പേര് ഗീതാനന്ദൻ, ഞാനതിൻ്റെ ജനറൽ കൺവീനറാണ്. അതോടൊപ്പം തന്നെ ഗോത്രമഹാസഭ എന്ന് പറയുന്ന പ്രസ്ഥാനം കേട്ടിരിക്കുമല്ലോ, അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ കൂടിയാണ്. ഇദ്ദേഹം IR സദാനന്ദൻ, കേരള ചേരമർ സംഘം എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന, പ്രത്യേകിച്ച് മധ്യ തിരുവനന്തപുരം നല്ല അടിത്തറയുള്ള ഒരു സമുദായ പ്രസ്ഥാനമാണ്. IR സദാനന്ദൻ സാറാണ് അതിൻ്റെ ചെയർപേഴ്സൺ. മേരി ലിഡിയ ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ് കലക്റ്റീവ് ഉണ്ട്, ആദിശക്തി സമർ സ്കൂൾ. കഴിഞ്ഞ 7 വർഷമായി കേരളത്തിൽ അത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അതിൻ്റെ കോർഡിനേറ്ററാണ്. ഇവിടെ KT സദാനന്ദൻ സാറ് വർണ്ണവർ സൊസൈറ്റിയുടെ, ശിവാനന്ദ സാറ് ഞങ്ങളുടെ വൈസ് ചെയർമാനാണ്. ഒരാളുകൂടിയുണ്ട്, ശ്രീ ശശി, അദ്ദേഹം ഞങ്ങളുടെ മീഡിയ കോർഡിനേറ്ററാണ്. അദ്ദേഹം ഇതിൻ്റെ കോപ്പി എടുക്കാൻ പോയതുകൊണ്ട് വൈകിയാണ്. എനിവേ, ഈ വിഷയം കേരളത്തിൽ ഇപ്പോൾ വളരെ സജീവമായി കത്തി നിൽക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു പൊതുധാരണ കേരളത്തിൽ വലിയ ജാതിയൊന്നും ഇല്ലാത്ത തരത്തിലുള്ളൊരു സമൂഹമാണ് എന്ന ഒരു പൊതുബോധം വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ശരിയാണ്, മറ്റു സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ വളരെ മുന്നിലാണ് പല കാര്യങ്ങളിലും. പക്ഷെ വളരെ ഹിഡനായി ഇത് വളരെ സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ പല നിലയിൽ SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അവഗണനയും അവമതിയും നേരിടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. രജനീഷ് ആനന്ദിന്റെ ആത്മാഹുതിയെക്കുറിച്ച് നിങ്ങൾ പുതിയ തലമുറക്ക് അറിഞ്ഞുകൂടെങ്കിലും പഴയ തലമുറയ്ക്ക് അറിയാം. 16 വർഷം മുമ്പ് നടന്നതാണ്. ഇവിടെ ഈ ദേവസ്വം ബോർഡ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന്, എൻട്രൻസ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്ത കുട്ടിയാണ്. ഒരു മൊബൈൽ ഫോൺ ഇല്ലാത്തതിന്റെ പേരിൽ കോവിഡ് കാലത്ത് 9ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ടാകും. ഇതിൻ്റെത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. സർക്കാർ കണക്കനുസരിച്ച് ഏതാണ്ട് 2000-ഓളം 1800 ചില്ലാനും അതിക്രമങ്ങളാണ്, അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷന്റെ പേരിലുള്ള അതിക്രമങ്ങളാണ് ക്യാമ്പസുകളിൽ നടക്കുന്നതും അതിന്റെ പേരിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പോലീസ് കംപ്ലൈന്റ് അല്ല പറയുന്നത്, പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള കംപ്ലൈന്റ്സ്. അതിൽ പലതും പരിഹരിച്ചു എന്നാണ് പറയുന്നതെങ്കിലും ഇത്രത്തോളം ഗ്രാവിറ്റി നമ്മുടെ സ്റ്റേറ്റിലുണ്ട്. ഇത് പൊതുസമൂഹം വേണ്ടവണ്ണം അത് അഭിസംബോധന ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഈ വിഷയം വന്നപ്പോൾ തന്നെ വളരെ ഞെട്ടലോടുകൂടിയാണ് രാഷ്ട്രീയ സമൂഹത്തിനെ കാണുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അത് അങ്ങനെ തന്നെ അതിന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഒറ്റപ്പെട്ട പ്രശ്നമല്ല എന്ന് പറയാൻ കാരണം, ദേശീയ തലത്തിൽ ഇത് വളരെ കാലം മുമ്പേ തന്നെ വളരെ സജീവമായി ഈ വിഷയം ഉന്നയിക്കപ്പെടുന്നതാണ്. രോഹിത് വെമുലയുടെ ആത്മാഹുതി നിങ്ങൾക്ക് അറിയാം. അതിനു മുമ്പ് തന്നെ 2010 കാലഘട്ടത്തിൽ IIT-യിലും IIM-ലും തന്നെ നിരവധി കുട്ടികൾ ആത്മാഹുതി ചെയ്തതിന്റെ പശ്ചാത്തലം ഹയർ എഡ്യൂക്കേഷനിലാണ് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ചും പ്രൊഫഷണൽ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കാസ്റ്റിന്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ നടക്കുന്നത്. റാഗിങ്ങിന്റെ രൂപത്തിൽ മാത്രമല്ല, അത് അധ്യാപകരുടെ ഇടയിൽ നിന്നുൾപ്പെടെ ഏറ്റവും കൂടുതൽ ടീച്ചിങ് സ്റ്റാഫിന്റെ ഇടയിൽ നിന്നും പ്രൊഫസർമാരുൾപ്പെടെയുള്ളവർ കാസ്റ്റിന്റെ പേരിലുള്ള വിവേചനം കാണിക്കുകയും, ദളിത് ആദിവാസി വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, അവർ മെറിറ്റോറിയസ് ആയിട്ട് IIT-യിലൊക്കെ വരുന്ന മെറിറ്റോറിയസ് ആയിട്ടുള്ളവരായിരിക്കുമല്ലോ, ആണെങ്കിലും അവർ അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി ഒരു സപ്പോർട്ടും കൊടുക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ ഇത് വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ഹോസ്റ്റൽ റൂമുകളിലും ക്യാൻറ്റീൻ പോലുള്ള പൊതുസ്ഥലങ്ങളിലുമാണ്. കുട്ടികൾക്ക് പിയർ ഗ്രൂപ്പ്, സുഹൃത്സംഘം ഉണ്ടാകില്ല, അവരെ ഒറ്റപ്പെടുത്തും. പല നിലയിൽ അവരുടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അവരുടെ ഡെസർട്ടേഷൻ പേപ്പർ പ്രസന്റ് ചെയ്യുന്നതിന്, PhD സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ ഗൈഡിൽ നിന്ന് തന്നെയുള്ള അതിക്രമങ്ങൾ തുടങ്ങി പായൽത്തദ്യയുടെ അങ്ങനെയുള്ള സംഭവമാണ് ആത്മാഹുതി. അപ്പൊ ദേശീയ തലത്തിൽ വളരെ രൂക്ഷമായതുകൊണ്ട് തന്നെ ഇതിനൊരു നിയമനിർമ്മാണം വേണം എന്നുള്ള നിലയിൽ ഡോക്ടർ തോറാട്ട് മുൻ UGC ചെയർമാനായിരുന്നു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തന്നെയാണുള്ളത്. ആ റിപ്പോർട്ട് പരിഗണിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് UGC അതിന് റെഗുലേഷൻ കൊണ്ടുവരികയും അടുത്ത കാലത്ത് UGC അത് റദ്ദാക്കി പുതിയ റെഗുലേഷൻ കൊണ്ടുവന്ന് അട്ടിമറിക്കാനുള്ള ശ്രമം BJP ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും 2016 കാലഘട്ടങ്ങളിൽ രോഹിതിന്റെ ആത്മാഹുതിക്ക് ശേഷം ഒരു നിയമം വേണം, രോഹിത് ആക്ട് എന്നുള്ള പേരിൽ നിയമം വേണം എന്നുള്ള നിലയിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ക്യാമ്പസുകളിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ
എന്തെങ്കിലും സംഭവിച്ചാൽ അത് പല ലെവലിലുണ്ടാകാം. ക്ലാസ് റൂമിലായിരിക്കാം, അധ്യാപകരുടെ ഭാഗത്തുനിന്നായിരിക്കാം, ടീച്ചിങ് സ്റ്റാഫിന്റെ നിലയിൽ നിന്നായിരിക്കാം. അത് പനിഷബിൾ ആക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു നിയമം വേണമെന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന കർണാടക ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കി. ഞാൻ അക്കാര്യം പശ്ചാത്തലം പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ലോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾ നമ്മൾ പലപ്പോഴും വലിയ കുറ്റം ചെയ്യുന്നു. ഇതിലിപ്പോ കുറ്റാരോപിതരായിരിക്കുന്ന അധ്യാപകർ ചെയ്ത് കാട്ടിക്കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ മരണപ്പെട്ട കുട്ടിയല്ല ഇപ്പൊ പറയുന്നത്. അത് സാക്ഷ്യപ്പെടുത്തുന്നത് അവിടെ തന്നെയുള്ള ജൂനിയർ സീനിയർ ഭേദമന്യേ അവരിപ്പോൾ വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ക്രൂരമായ, നിങ്ങളെല്ലാം പ്രിന്റ് മീഡിയ എടുത്തു നോക്കിയാൽ ഇന്നത്തെ മനോരമയിലും മാതൃഭൂമിയിലും എല്ലാ പത്രങ്ങളിലും അത് നിറഞ്ഞു നിൽക്കുകയാണ് അവിടുത്തെ അതിക്രമങ്ങൾ. ഇപ്പോ അതങ്ങനെ ആയിരിക്കെ തന്നെ ഈ വിഷയം സംസ്ഥാന ഗവൺമെന്റ് പോലീസ് കൈകാര്യം ചെയ്യുന്നത് ഈ വിഷയത്തെ ഡയല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്.